എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി മസാലയാണ് ചെയ്യുന്നത്. എന്തിൻ്റെയും കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുത്തതാണിത്. ഇനി ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയുടെ നിറമൊക്കെ മാറി ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് വരുന്നതാണ്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്ത് ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാനായിട്ട് നോക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് കളറിന് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതച്ചതാണ്, വലിയ ജീരകം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാലയൊന്നും അധികം പിടിക്കില്ല. ഈ കോളിഫ്ലവർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് മിക്സായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം നമുക്കിതൊരു റോസ്റ്റ് രൂപത്തിലാണ് ഈ കറി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് ലൂസായിട്ട് പോകും. അപ്പോൾ കറിയൊന്നും ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണെങ്കിൽ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഈ ഗോബി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്